തേനാ പ്രശ്നം. ഞാൻ വിചാരിച്ച റാണിയെത്തുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത് ചെറുതേനീച്ച കുഞ്ഞാട്ടനുണ്ട്, നമ്മളെ ഏറ്റവും അടുത്ത സുഹൃത്ത് കുഞ്ഞാട്ടൻ. അപ്പോൾ കുഞ്ഞാട്ടൻ ഒരു 20ഓളം പെട്ടി പിന്നെ ഒരു സ്ഥലത്തുണ്ട്. അത് നോക്കിയിട്ട് ഇപ്പോൾ നമ്മൾ തേനെല്ലാം എടുത്തിട്ട് വന്നിട്ട് അവരുടെ വീട്ടിലില്ല 3 പെട്ടിയോളം ചെറുതേനീച്ച പെട്ടി എടുക്കാനാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇതൊരു മരത്തിൻ്റെ പെട്ടിയാണ്. കുറേ വർഷം അല്ല 4-5 വർഷമായല്ലോ കുഞ്ഞാട്ടൻ. 5 വർഷമായിട്ട് നമ്മൾ കുഞ്ഞാട്ടൻ്റെ അടുത്തില്ല, പക്ഷേ ഇതുവരെ പിരിച്ചില്ല. തേനെടുത്തല്ലാണ്ട് കുഞ്ഞാട്ടൻ പിരിച്ചില്ല. ചെറുതേനീച്ചയുടെ നിയമം അങ്ങനെ പറഞ്ഞാൽ എല്ലാ വർഷവും പിരിക്കണം. നമ്മൾ പിരിച്ചില്ലെങ്കിൽ അവർ പിരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് വമ്പിച്ച നഷ്ടമാണ്. ഇപ്പോൾ 5 കൊല്ലമായിട്ട് കുഞ്ഞാട്ടിൻ്റെ അടുത്ത് 5 പെട്ടി ഉണ്ടെങ്കിൽ അത് ഈ വർഷം 10 പെട്ടിയാവും, അടുത്ത വർഷം അത് 20 ആവും, പിറ്റത്തെ വർഷം 40 ആവും. അങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ആയിക്കൊണ്ട് പോകും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ലാഭം വരുന്നത്. അത് നമ്മൾ മറക്കാതെ എല്ലാവരും, ഈ വീഡിയോ കാണുന്ന എല്ലാവരും അത് ഒരു വർഷത്തിലൊരിക്കൽ ഇത് പിരിക്കുന്ന കാര്യത്തിൽ യാതൊരു ഉപേക്ഷയും വിചാരിക്കരുത്. തേനീച്ച എടുക്കുന്ന സമയത്ത് നമ്മൾ ടൂൾസ് എല്ലാം ഒരുക്കി വെക്കണം. ഒന്ന് ഉളി, പിന്നെ ഒരു കുത്തിരുമ്പ്, പിന്നെ ഒരു ഉളി, പിന്നെ ഒരു ഹാമർ, അതുപോലെ പിന്നെ ചെറുതേൻ എടുക്കുന്ന മാത്രം ഒരു കത്തി, അതുപോലെ ഒരു പഴയ ബ്രഷ്. അപ്പോൾ അത് 2 കൊല്ലമായിട്ട് 5 കൊല്ലമായിട്ടുള്ള മണ്ണും പൊടിയെല്ലാം ഇതിനകത്തുണ്ട്. അതെല്ലാം നമ്മളെ തേനിലേക്ക് വരും. അപ്പോൾ കുഞ്ഞാട്ടൻ തന്നെ അത് ശരിയാക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് റാണീനെ ഇടുന്ന ഒരു പാത്രം. റാണീനെ കിട്ടിയാൽ നമുക്ക് പാത്രത്തിൽ ഇടണം. പിന്നെ റാണി മുട്ട കിട്ടിയാൽ റാണി മുട്ട കെട്ടാൻ ഒരു പാത്രം. നമ്മൾ ഒരുക്കി വെക്കണം. അതിന് ഈർക്കിൽ നന്നായിട്ട് കടിക്കുന്നവരാണ് ഒന്ന്. പിന്നൊന്ന് ഒരു തേൻ ഒരു പിന്നെ ഓർഡറിൽ വെക്കൂല ഇവർ. ഇങ്ങനെ കുഴച്ച് വെച്ചിട്ടുണ്ടാവും. പിന്നെ അങ്ങനെ കുറേ പ്രത്യേകത ഉണ്ട്. നല്ല മണമായിരിക്കും. തേൻ്റെ ഉള്ളിൽ കേൾക്കുമ്പോൾ നല്ലൊരു മണം വരും. നമ്മളിതിപ്പോൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഈ 5 വർഷമായിട്ട് പൊട്ടിക്കാത്ത തേനെടുത്തെന്ന് പറയുന്നുണ്ട് കുഞ്ഞേട്ടൻ. അതിപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള എന്തെങ്കിലും സംഭവം നമുക്ക് നോക്കാം. ഇത് പൊട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 പെട്ടിയാക്കി നമുക്ക് മാറ്റാൻ പറ്റും. ഒരു കിലോ തേനുണ്ട് ഇതിനുള്ളിൽ. 1 കിലോ ചില്ലറയൊന്നുമല്ല. ഇത് നമുക്കിപ്പോൾ റാണീനെ കിട്ടി. ഇപ്പോൾ നല്ല ഏറ്റവും നല്ല കൂടാണ്. 1 കിലോയിൽ കൂടുതൽ തേനീച്ചണ്ട്. വേണമെങ്കിൽ റാണീനെ കാണാം. എന്താ ഫ്രോക്ക് ഇട്ട സുന്ദരിയാന്ന് റാണി. അത് റാണീനെ കിട്ടുന്നവരെ നമ്മൾ അവിടെ നിൽക്കും. ചേച്ചി കണ്ടോ റാണീനെ? അത് നോക്കിക്കോ, അത് പറക്കൂല. സാധാരണ പെട്ടിയിലെല്ലാം 1/2 കിലോ തേനെ ഓരോ തരും. കഴിഞ്ഞ വർഷം കുഞ്ഞാട്ടൻ പറഞ്ഞത് ഞാൻ കഴിഞ്ഞ വർഷം തേൻ എടുത്തിന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെ തേൻ എടുത്തെന്ന് അറിയില്ല. തേൻ എടുത്താലും ഇതിൽ 1 കിലോ തേൻ വരെ ഉണ്ട്. പൂമ്പൊടി ഉണ്ട്. തേനിടെ വെച്ചിട്ടുണ്ടാവും നിങ്ങൾ? ഇല്ല. അപ്പോൾ അത്രയും തേൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇത്. ആ നന്നായിട്ട് കെട്ടിക്കോളും. പ്ലാസ്റ്റിക് കൊണ്ട് കെട്ടി അത് അടന്ന് വരൂലേ. ഇതിൻ്റെ പ്രത്യേകത ഉണ്ട്. ഈ ഒരു തേനീച്ച മുട്ട ഓരോ മുട്ടയും പൊട്ടാതെ വരും. മറ്റേതെല്ലാം പൊട്ടിക്കൊണ്ടിരിക്കും മുട്ട. മനസ്സിലായോ? ഞാൻ ചോദിക്കുന്നത് നമ്മുടെ പെട്ടിക്ക് ചെറുപ്പമുണ്ടോ? ഏതിന്? ഈ പെട്ടിക്ക് രോഗമുണ്ട്. ഇതാ രോഗം വന്നിട്ടുണ്ട്. ഇതാ ഇവിടെ കണ്ടു ഒരു കളറ്. ഇതൊരു ക്യാൻസർ പോലത്തെ. ആ ഭാഗം തേൻ വെക്കൂല അവർ. കണ്ടോ ഇത്ര ബാക്കിയാക്കി. ഈ സ്ഥലത്തൊന്നുമില്ല ഈ തേൻ വെച്ച സ്ഥലത്ത്. അപ്പോൾ അതുകൊണ്ട് ആ പെട്ടി മാറ്റണം. പക്ഷേ ഇങ്ങനെ കാലി പെട്ടിയാക്കിയിട്ട് തൂക്കാം. അതിൽ വന്നിട്ട് കയറും ചിലപ്പോൾ. ഏറ്റവും വലിയ പ്രധാന പ്രശ്നമാണ് നമ്മൾ ആ റാണീനെ കിട്ടിയത്. അത് കിട്ടിക്കഴിഞ്ഞാൽ പണി തീർന്നു തേനീച്ച പെട്ടിയിൽ. തേനിത് എടുക്കുന്നുണ്ട്. തേൻ അതിൻ്റെ എടുത്തു കഴിഞ്ഞിട്ട് ആദ്യത്തെ മുട്ട അതിൽ തന്നെ ബാക്കിയാക്കുന്നുണ്ട്. കുറച്ച് മുട്ട. അപ്പോൾ അച്ചായൻ പറഞ്ഞാൽ അതന്നെ വേണം. ഈ പെട്ടി അയാൾക്ക് നിർബന്ധം തന്നെ. ഇത് പണ്ട് കാലത്തുണ്ടായ പെട്ടിയാണ്ട് 1 കിലോ തേൻ കിട്ടുന്നുണ്ട്. അത് വേണമെന്ന്. അപ്പോൾ അതിൽ പല രോഗങ്ങളും വന്നിട്ടുണ്ട്. ഇതുപോലത്തെ പൂപ്പൽ രോഗങ്ങൾ ബാധിച്ചിട്ടുണ്ട്. ഇത് ബാധിച്ചു കഴിഞ്ഞാൽ ഇവിടെയൊന്നും തേൻ വെക്കൂല അവർ. അപ്പോൾ അതുകൊണ്ട് അതിനെ കഴുകി ഉണക്കി വൃത്തിയാക്കി പിന്നെ ഒരു ദിവസം കയറ്റാന്ന് പറയുമ്പോൾ അവർ പറഞ്ഞ് ഇതിൽ തന്നെ വേണം, അത് നിന്നോളൂ, അത് ശരിയാവുന്നുണ്ട്. അങ്ങനെ ആ മുട്ട എടുക്കാതെ നമ്മളവിടെ വെക്കുന്നുണ്ട്. ഇപ്പോൾ നോക്കാം നമുക്ക് അത് എന്ത് അടുത്ത വർഷം. ഇത് റാണി, അത് റാണി മുട്ട. പിന്നെ പൂമ്പൊടി മാത്രം എടുക്കുന്നത്. തേനെല്ലാം അച്ചായൻ തന്നെ എടുക്കും. അതിലേക്ക് അവർക്ക് എടുത്തിട്ട് നല്ല പരിചയമുണ്ട്. നമ്മളെ അങ്ങനെയല്ല, നമ്മളൊരു ഈ മരത്തിൽ നിന്നെല്ലാം നമ്മളധികം എടുത്തത് കുറവല്ലേ. നമ്മൾ പെട്ടിയിൽ നിന്നല്ലേ അധികം എടുക്കുന്നത്. മരത്തിൽ നിന്ന് ചെറുതേനീച്ചൻ്റെ ആയുസും മറ്റേ തേനീച്ചയുടെ ആയുസും ഒരേപോലെയാണ്. 60 ദിവസം ആയുസാണ്. ഇതിൻ്റെ റാണിക്ക് പറക്കാൻ പറ്റൂല. മറ്റേ റാണിക്ക് നന്നായിട്ട് പറക്കാൻ പറ്റും. ഇതിൻ്റെ റാണിക്ക് പറക്കാം. റാണി ഇണ ചേർന്ന് വന്നിട്ട് ഗൈനിയാന്ന്
ഇപ്പോൾ മുട്ട വിരിഞ്ഞ് റാണി മുട്ട വിരിഞ്ഞിട്ടുണ്ടാകുന്നത് ഗൈനിയാണ്. ചിലപ്പോൾ ഭാഗ്യത്തിന് നമുക്ക് ഗൈനിനെ കിട്ടും ഇതിൽ നിന്ന്. ഒരു ഗൈനി ഉണ്ടെങ്കിൽ പിന്നെ അവർ ഇണചേർന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് റാണിയായിട്ട് മാറി. പിന്നെ ആ ഗൈനിനായിരിക്കും അവർ റാണിയായിട്ട് അംഗീകരിച്ചിട്ട് അവർ അനുസരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ഗൈനിനെ നമുക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കൂടും കൂടെ ഓക്കെ ആവും, മൂന്നാമത്തെ കൂടും. അല്ലാതെ തന്നെ അതിൽ റാണിമുട്ട ഉണ്ടാവും. ഇപ്പോൾ എത്ര സ്ഥലത്ത് നമ്മൾ എടുത്തിട്ടില്ലല്ലോ, കുറേ കുഞ്ഞുങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ടല്ലോ, ചാവാതെ ബാക്കിയായതുകൊണ്ട് ഈ കൂട് എങ്ങനെയും രക്ഷപ്പെടും. അതിൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ, ഈ രോഗം വന്ന സ്ഥലത്തേക്ക് തേൻ വെക്കാൻ പറ്റൂല എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ. നമുക്ക് ഇപ്രാവശ്യം രോഗം അടുത്ത് വന്നിട്ട് ആടെ ഒരു പ്രത്യേക സംഭവം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെക്കുന്നത് ഈ അടിയിൽ പ്രശ്നമായതുകൊണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. 35 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ തേനീച്ച കൂടിനകത്ത് ചൂട് നിലനിർത്തണം അവർക്ക്. മുട്ട വിരിയാനല്ല, അത് ആവശ്യമുണ്ട്. കൂടുതൽ ചൂടായിക്കൂടാ, കൂടുതൽ തണുപ്പും ആയിക്കൂടാ. അപ്പോൾ അതിൻ്റെ ആ ടെമ്പറേച്ചർ അവർ ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് അവർ ഒന്നിച്ച് ചിറകടിച്ചിട്ട് പല രീതിയിലും അവർ പ്രയത്നിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ചെറിയ കൂടുണ്ടാക്കി കൊടുക്കുന്ന കാരണം അതാണ്. ഇപ്പോൾ അച്ചായൻ പറഞ്ഞില്ലേ വലിയ കൂടാതെങ്കിൽ നല്ലോണം തേൻ കിട്ടുന്നു, അതല്ല പ്രശ്നം. വലിയ കൂടായിട്ട് നല്ലോണം തേനല്ല, അവർക്ക് എത്രത്തോളം പണി കുറച്ച് കൊടുക്കുന്നത്, അതാണ് നമ്മൾ നോക്കുന്നത്. ഞാൻ എൻ്റെ ഒരു കാര്യത്തിൽ തേൻ കിട്ടുന്നത് നോക്കുന്നേ ഇല്ല. തേനൊരു വിഷയമല്ല. സ്ഥലം കൂടുതലുണ്ടെങ്കിൽ മുട്ട പെരുകുന്നതനുസരിച്ച് പിരിഞ്ഞു പോകാതെ അപ്പുറത്തോട്ട് അതല്ല ഇത് സ്ഥലം കൂടുതലുണ്ടെങ്കിൽ അവർക്ക് ഇതിനെ നിയന്ത്രിക്കാൻ പറ്റൂല. ഇതിൻ്റെ ഉള്ളിൽ ഒരു പാളി ഉണ്ടാക്കും. അപ്പോൾ ഇനിയിപ്പോൾ എന്താക്കും എന്നറിയാം, ഇനിയിപ്പോൾ നിങ്ങൾ ഇതിനുള്ളിൽ വെച്ചാൽ ഇതിൻ്റെ ഇങ്ങോട്ടൊരു മറയുണ്ടാക്കും, ഇതുപോലത്തെ ഈ മെഴുകിൽ. ഇത് പാളയല്ലേ വെച്ചത്? അതെ, അവർ ഇതിനിപ്പുറം വിടും, വേസ്റ്റെല്ലാം കൊണ്ടിടും. വേസ്റ്റ് അങ്ങനെ ആക്കും. ഇവർക്ക് നിയന്ത്രിക്കാൻ പറ്റുമല്ലോ ഇത്ര സ്ഥലം. അപ്പോൾ അവർ അങ്ങനെ ചെയ്യും. അപ്പോൾ ഇത് ഏറ്റവും നല്ലൊരു പട്ടിയായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഒരു ബോക്സ് ഇതിനകത്തുണ്ട്, 2 നമ്മൾ വേറെ വെച്ചു. അതുകൊണ്ട് ഏറ്റവും നല്ലൊരു ബോക്സ് പന്നിമൂക്കൻ എന്ന് പറയുന്ന ഒരു ജാതിയാണ് ഈ തേനീച്ച. 22ഓളം തേനീച്ചകളില്ലെങ്കിൽ പന്നിമൂക്കൻ എന്ന് പറയുന്ന ജാതിയാണ്. നല്ല തേനുണ്ടാക്കും, നല്ല കുത്തും കിട്ടും, ഈച്ചക്ക് വലിപ്പം കൂടുതലുണ്ടാവും. ആ ഒരു പ്രത്യേകതയും കൂടി ഇതിനുണ്ട്. ഇത്രയുമാണ് എനിക്ക് ഈ തേനീച്ചയെ പറ്റി പറയാനുള്ളത്. Tenici.